അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പാർട്ട് 4 വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു സൂവിലൊക്കെയാണ്. സൂവിൻ്റെ പേര് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല. കിട്ടി. കിഷ്കിന്ദ പാർക്ക് എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. കിഷ്കിന്ദ പാർക്ക്. ഇതിപ്പം മദ്രാസ് ചെന്നൈയിൽ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന മെട്രോ പോണ സ്ഥലമാണ്. പിന്നെ കുറേ ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കാറിൽ പോയി. കാറിൽ കുറേ നേരം പോയി. 1 മണിക്കൂറത്തെ ട്രാവലിംഗ് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ആകെ ടയേർഡായി. കറക്റ്റ് 1 മണിക്കൂറില്ല, 51 മിനിറ്റ്സ്. പിന്നെ ഞങ്ങൾ പോയി. പോണ വഴിയിലൊക്കെ നല്ല മരങ്ങളും ഒക്കെ വെച്ചു. പിന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ കുട്ടികൾക്ക് വരുന്നത് 1 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് റേറ്റ് വരുന്ന 10ഉം അഡൽട്ട്സിന് 60 രൂപയാണ് വരുന്നത്. ക്യാഷ് അവിടെ എടുക്കൂല, ഗൂഗിൾ പേ, കാർഡ് ഒക്കെ എടുക്കും. പിന്നെ അവിടെ ആമകളുള്ള ഫസ്റ്റ് കയറുമ്പോൾ ഒരു റൂമിലേക്കാണ് പോവുക. അവിടെ ഈ ആമകളാണുള്ളത്. പലതരം ആമകൾ, കടലാമ, അങ്ങനത്തെയൊക്കെ പല ടൈപ്പ് ആമ. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ആമയൊക്കെ ഉണ്ട്. ടാങ്കിലായിട്ടാണ് ആമേനെ ഇട്ടിട്ടുള്ളത്. ചിലതിൽ വെള്ളത്തിലിട്ടതും ഉണ്ട്, വെള്ളത്തിലിടാത്തതുണ്ട്. ഇത് മറ്റേ ചെറുത് എന്താ പറയുക, ഗിരിപ്പന്നീന്നോ എന്തോ പറയൂലേ, ആ സാധനമാണ് ഇത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നു. അപ്പോൾ നല്ല മുഴുത്തൊരു സാധനം. എന്താ അത്? മലമ്പാമ്പ് ഗൈസ്. ഇഷ്ടം പോലെ ഉണ്ട്. 2ാമത്തെ മലമ്പാമ്പ്, 3ാമത്തെ മലമ്പാമ്പ്. എന്തോ കാണുമ്പോൾ തന്നെ അറപ്പോ പേടിയോ എന്തൊക്കെയോ. ഇത് പിന്നെ നമ്മുടെ നാട്ടിലത്തെ മൂർക്കൻ, അത് അണലിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇത് പറയണ എന്താക്കി ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല, ഏതോ ഒരു പാമ്പാണ്. പിന്നെ അത് മണലിൻ്റെ ഉള്ളിൽ കയറിക്കണ ഒരു പാമ്പില്ലേ, അതാണ് സാൻഡ്. അത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി പോയപ്പോൾ മയിലിനെ കണ്ടു. മയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ. പീലില്ലതും ഇല്ലാത്തതും. അത് അതിൻ്റെ മുകളിൽ അതൊരു പീലുള്ളത്. ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ട് എൻ്റെ തലേൻ്റെ മുകളിൽ കീ സൗണ്ട്. അപ്പോൾ എന്താ നോക്കിയപ്പോഴാണ് മയിൽ. പിന്നെ അങ്ങനെ നടന്നു. അവിടെ ഉണ്ട് മയിൽ. മയിലാണ് അവിടുത്തെ കുറേ ഉള്ളത്. മയിലും വേറെ ഒന്നും. പിന്നെ അത് ഞാൻ എന്തായിരുന്നു പേര് ആ പാർക്കിൻ്റെ പേര്? പാർക്കിൻ്റെ അവിടെ വെച്ച് ഫോട്ടോ എടുത്ത. അതിൻ്റെ ഉള്ളിലുള്ള മുള്ളമ്പന്നിയാണ് കേട്ടോ ഗൈസ്. മുള്ളമ്പന്നീനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതാ നീതു ചേച്ചി ഉണ്ട്, അച്ചു ചേച്ചി ഉണ്ട്, ബയ്യ വീഡിയോ എടുക്കുന്നുണ്ട്, അമ്മമ്മ പിന്നെ കുറേ തത്തമ്മകളാണ്. തത്തമ്മേനെ കുറേ കണ്ടു. ഒരു ചുവന്ന തത്തമ്മ. ചുവപ്പ് കളർ മാത്രമൊന്നുമല്ല കേട്ടോ, വേറെയും കുറേ കളറുണ്ടായിരുന്നു. പിന്നെ ഞാനും അഭിരാംദാസും കൂടിയും നടന്നു. പഞ്ചവർണ്ണ തത്ത ഗൈസ്. അതിൻ്റെ ഉള്ളിൽ മുതല ഉണ്ടായിരുന്നു, വലുതും ചെറുതൊക്കെ ആയിട്ട്. പിന്നെ അത് അച്ചു ചേച്ചി ഞാൻ അവിടെ എന്തോ ഫോട്ടോ എടുക്കാൻ നേരത്ത് എടുത്തതാണ്. അതാ നീതു ചേച്ചി വയ്യത. പിന്നെ വേറെ മുതല വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്നു. വേറെ 2, 3, 4 മുതലുണ്ടായില്ല. പിന്നെയും ഇഷ്ടം പോലെ പക്ഷികളാണ് അവിടെ കൂടുതലുള്ളത്. പക്ഷി പിന്നെ ഗൈസ് അവിടെ മാനിനൊക്കെ തുറന്ന് വിട്ടിക്കുക കേട്ടോ. ഏക്കർ കണക്ക് സ്ഥലമുണ്ട്, ബട്ട് മാനിനൊക്കെ തുറന്ന് വിട്ടിക്കുക. ആൾക്കാർ നടക്കണേ കൂടെയൊക്കെ അങ്ങനെ നടക്കും. പിന്നെ വേറൊരാമ. പിന്നെ മൂങ്ങുണ്ടായിരുന്നു അവിടെ, വെള്ളിമൂങ്ങിയും അങ്ങനെ പലതരമുള്ള. പിന്നെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ആ കൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എത്രങ്ങാനായിരുന്നു അറിയോ. ആ നെറ്റൊക്കെ പിടിച്ച് വലിക്കുക, അടിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് തല്ലുകൂടൊക്കെ ഉണ്ട് ഗൈസ്. എൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, അങ്ങനെ കണ്ടോണ്ടേ നിൽക്കും. അപ്പോഴത്തെ വീഡിയോസാണിത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ടൈം സ്പെൻഡ് ആക്കിയത് മങ്കീനെ കാണാനാണ്. പിന്നെ ഞാൻ അവിടെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടായി.
പിന്നെ ബൊഗൈൻവില്ല കണ്ടപ്പോൾ ബൊഗൈൻവില്ലേൻ്റെ അടുത്ത് നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഫോട്ടോസ് എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? പിന്നെ അതാ എൻ്റെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോൾ നീതു ചേച്ചി എടുത്തു, നീതു ചേച്ചീൻ്റെ ഫോട്ടോഷൂട്ടിങ്. പിന്നെ അച്ചു ചേച്ചിയൊക്കെ എടുത്തിക്കണം കേട്ടോ, അതിൻ്റെ ഒന്നും ഫോട്ടോ ഇതിൽ കിട്ടിയിട്ടില്ല. പിന്നെന്താ, പിന്നെ നീതു ചേച്ചീൻ്റെ ഫോണിലേക്ക് ഫോട്ടോ എടുത്തു, ഐഫോണിൽ. പിന്നെ നീതു ചേച്ചീൻ്റെ ഐഫോൺ 16 ആണ്, അപ്പോൾ അതുകൊണ്ട് അതിലെടുത്ത് തരാൻ പറഞ്ഞപ്പോൾ നീതു ചേച്ചി അതിലെടുത്തു തന്നു. പിന്നെ അതാ ഗൈസ് ഓസ്ട്രിച്ച്, അല്ല സോറി, ഇത് എമു ആണ്, എമു. ഓസ്ട്രിച്ച് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. അപ്പോഴേക്കും ഞങ്ങൾ വേറൊരു പണിക്ക് പോയി, അത് ഞാൻ പറഞ്ഞുതരാം. ഇതാ ഗൈസ് എമു ആണിത്. പിന്നെ ഞങ്ങൾ എന്താ പറയുക കാട്ടിയത്, റീൽസ് എടുത്തു ഗൈസ്. മറ്റേ ഔറ 10 വീഡിയോ അല്ലേ, അതെടുത്തു, റീൽസ് എടുത്തു. എത്ര ടേക്ക് എടുത്ത് അറിയോ, ഒരു 10-20 ടേക്കെങ്കിലും എടുത്തിട്ടുണ്ടാവും. പിന്നെ ഞങ്ങൾ പോന്നു, വൈകുന്നേരമായി. പിന്നെ ഞങ്ങൾ പോന്നു, ഇനി നേരം വൈകണ്ട വെച്ചിട്ട് പോന്നിട്ട് കുറപ്പിലേക്കും കുറച്ച്. അതെന്താ അറിയോ, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടണം പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ചാടി. അപ്പോൾ ഓക്കെ, നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ടാറ്റാ.